ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC പ്രൈഡ്, സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ എന്ത് സംഭവിക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. വലിയ ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്ന് സോണിയാഗാന്ധി യോഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴും ഇനി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, തലപ്പത്തേക്ക് ആരൊക്കെ വരും, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഉത്തരങ്ങളിലേക്ക് നമ്മൾ പോകും. വാർത്താമഴയിൽ ഞാൻ ഉന്മേഷ് വിരാമൻ, എന്നോടൊപ്പം അനുജ രാജേഷ് കൂടി ചേരുകയാണ്. അനുജ, ഈ പ്രവർത്തക സമിതിയിൽ പലതരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു, പലരും മാറാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ. പക്ഷേ ഈ യോഗം കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതെ, ഇതിൽ 4 മണിക്കൂറിലേറെയായി ഈ യോഗം തുടരുകയാണ്. അതിൽ സോണിയാഗാന്ധി ആമുഖ പ്രസംഗത്തിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു സ്ഥിരം അധ്യക്ഷൻ വേണം എന്നത് അവർ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഗുലാം നബി ആസാദിന്റെയൊക്കെ അടക്കമുള്ള G23 നേതാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനമുണ്ടായി. വിശ്വാസ്യതയില്ലാത്തൊരു നേതൃത്വമാണ് ഇപ്പോൾ നിലവിലുള്ളത്, നോമിനേറ്റഡ് നേതാക്കളെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ അവരും ഉന്നയിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വാർത്താമഴ ആദ്യം പോകുന്നത് ഈ വാർത്തയിലേക്കാണ്. നിർണായക കോൺഗ്രസ് പ്രവർത്തക സമിതി ഡൽഹിയിൽ പുരോഗമിക്കുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് കനത്ത തിരിച്ചടിയാണെന്ന് സോണിയാഗാന്ധി യോഗത്തിൽ പറഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്, പരാജയത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും സോണിയാഗാന്ധി ഈ യോഗത്തിൽ പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമെന്ന സൂചനയും സോണിയാഗാന്ധി നൽകി. നേതൃമാറ്റമാണ് തിരുത്തൽവാദികളായ G23 നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് നിർദ്ദേശിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വിശദാംശങ്ങളുമായി ഇപ്പോൾ രാധാകൃഷ്ണനാണ് വാർത്താമഴയിൽ ആദ്യം ചേരുന്നത്. ഒപ്പം നിതിൻ അംബുജനും ഉണ്ടാകും. ആദ്യം രാധാകൃഷ്ണനിലേക്ക്. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു ഈ പ്രവർത്തക സമിതി യോഗം തുടങ്ങിയിട്ട്. പുറത്തേക്ക് എന്തെങ്കിലും വാർത്തകൾ കാര്യമായി നടക്കുന്നുണ്ട് യോഗത്തിൽ? ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് ആമുഖ പ്രഭാഷണത്തിൽ സോണിയാഗാന്ധി നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്. അത് ഈ പരാജയത്തിന് ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്ന വാദം തന്നെയാണ് സോണിയാഗാന്ധി ആദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒറ്റ തിരിഞ്ഞ് ഈ സംഘടനാ ഘടകത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കളെ ആക്രമിക്കാനുള്ള G23 നീക്കം അത് മണത്തറിയുന്ന വിധത്തിലാണ് സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനം ഉണ്ടായത്. ഈ പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയത്തിന്റെ വളരെ വലിയ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യും. പക്ഷേ ഈ തിരിച്ചടിക്ക് ഒരു കാരണം, അല്ലെങ്കിൽ ഈ പരാജയത്തിന്റെ കാരണം അത് കൂട്ടുത്തരവാദിത്വമാണ് എന്നാണ് സോണിയാഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടിക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം വേണം, ആ കൂട്ടത്തിൽ ഒരു നേതൃത്വം വേണം എന്ന ആവശ്യത്തെ താനും അംഗീകരിക്കുന്നു. ഒരു സ്ഥിരം അധ്യക്ഷൻ വളരെ വേഗം പാർട്ടിക്ക് ഉണ്ടാകണം. അതിന് സംഘടനാ തെരഞ്ഞെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുക തന്നെ വേണം. സെപ്റ്റംബറിന് മുമ്പ് ഈ പ്ലീനറി സമ്മേളനം വിളിക്കുന്നുണ്ട്. ആ പ്ലീനറി സമ്മേളനത്തിൽ സ്ഥിരം അധ്യക്ഷനെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് സോണിയാഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് തുടർച്ചയായി സംസാരിച്ചത് ആദ്യം സോണിയാഗാന്ധിയാണ് ആമുഖ പ്രഭാഷണം നടത്തിയത്. അതിനുശേഷമാണ് ഗുലാം നബി ആസാദ് സംസാരിച്ചത്. അദ്ദേഹം വിശ്വാസ്യതയില്ലാത്ത വിധത്തിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. നോമിനേറ്റ് ചെയ്തെത്തുന്ന ഭാരവാഹികളാണ് ഈ പ്രസ്ഥാനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം ആരോപണമായി പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. പ്രവർത്തകർക്ക് തണൽ നഷ്ടപ്പെടുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എത്തുന്നത്. കാര്യങ്ങളെ വിമർശന രൂപേണ സമീപിക്കുമ്പോൾ അതിനെ ഒരു വിധത്തിലും അംഗീകരിക്കാത്ത നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളത്. അസഹിഷ്ണുത നിറഞ്ഞു നിൽക്കുന്നു എന്നതടക്കമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സമാനമായിട്ട് എതിർത്തും അനുകൂലിച്ചും ഉള്ള വാദപ്രതിവാദങ്ങളാണ് ഈ യോഗത്തിനുള്ളിൽ ഉണ്ടാകുന്നത് എന്നാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ വളരെ ശക്തമായിട്ടുള്ള വാദങ്ങളാണ് ഉയർത്തിയത് അദ്ദേഹം ഇന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധി അധ്യക്ഷനായി വരണം, രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവി ഏറ്റെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് 4 മണിക്കൂർ പൂർത്തിയായി 5-ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ യോഗം. ഏതായാലും മിനിറ്റുകൾക്കുള്ളിൽ ഈ യോഗം പൂർത്തിയാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉന്മേഷ്. ശരി, നിതിൻ അംബുജനിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. നിതിൻ, വാർത്താമഴയിലേക്ക് സ്വാഗതം. നേരത്തെ നമ്മൾ പലതരത്തിലുള്ള പ്രകടനങ്ങൾ അടക്കം അവിടെ AICC ആസ്ഥാനത്ത് കാണുകയുണ്ടായി. ഒരു തരത്തിൽ ചേരിതിരിഞ്ഞുള്ളത് എന്ന് തന്നെ പറയാം. നെഹ്റു കുടുംബത്തിന് വേണ്ടിയും അതല്ലാതെയും എന്ന തരത്തിലേക്കൊക്കെ 2 വിഭാഗമായി രൂപപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യം അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ യോഗത്തിന് മുൻപ്.
അനുജ, യോഗത്തിന് മുൻപ് തന്നെ നാടകീയ സംഭവങ്ങളാണ് AICC ആസ്ഥാനത്ത് ഉണ്ടായത്. പ്രധാനമായും രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി എന്നിവർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് 4 മണിക്ക് തന്നെ ഇവിടെ പ്രവർത്തകർ, ഏകദേശം ഒരു 100-ലധികം പ്രവർത്തകർ ഇവിടെ പ്രകടനവുമായി എത്തിയത്. തൊട്ടടുത്ത് തന്നെ രാഹുൽ ഗാന്ധി ഈ സ്ഥാനത്ത് ഒഴിയണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രതിഷേധവുമായി കുറച്ച് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. എന്തായാലും ചില നാടകീയ സംഭവങ്ങളാണ് ഈ ആസ്ഥാനത്ത് മുന്നിൽ നടന്നിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു നാടകീയ സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ പ്രവർത്തകരും വലിയ ആകാംക്ഷയിലാണ്. കാരണം എന്താണ് കോൺഗ്രസ് എടുക്കാൻ പോകുന്ന തീരുമാനം എന്നറിയാൻ വേണ്ടി ഇപ്പോഴും ഈ ആസ്ഥാനത്തിന് മുന്നിൽ നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ വലിയ സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ബാരിക്കേഡൊക്കെ വെച്ച് തീർത്തുകൊണ്ട് പോലീസ് ഇവിടെ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഈ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ആസ്ഥാനത്തിന് മുന്നിൽ ഉള്ളത്. എന്തായാലും ഇപ്പോൾ യോഗം 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 5-ാം മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. ഏകദേശം 9 മണി വരെ യോഗം നീളുമെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവർത്തകരും വലിയ ആകാംക്ഷയിലാണ്. കാരണം 5 സംസ്ഥാനങ്ങളിൽ കനത്ത തോൽവി കോൺഗ്രസ് നേരിട്ടു. ഇനി എന്താണ് കോൺഗ്രസ് ഇതിന് ഭാവി മുന്നോട്ട് വയ്ക്കുന്ന പ്രതിവിധി എന്താണ് സംബന്ധിച്ചുള്ള പ്രവർത്തകർക്കും ആകാംക്ഷയുണ്ട്. എന്തായാലും അകത്ത് യോഗത്തിൽ വലിയ തന്നെ G20 നേതാക്കളും കൂടാതെ ഗാന്ധി കുടുംബത്തെ അനുകൂലിച്ചിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇത്തവണ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാകും. കാരണം ഇനി വരാനിരിക്കുന്ന മാസങ്ങളൊക്കെ തന്നെ രാജസ്ഥാൻ അതോടൊപ്പം തന്നെ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായ തീരുമാനം എന്താകുമെന്ന ആകാംക്ഷയിലാണ് പ്രവർത്തകരടക്കം ഇപ്പോൾ ആസ്ഥാനത്തിന് മുന്നിലുള്ളത്. ശരി, നിതിൻ അംബുജൻ തുടരുക. RK വീണ്ടും ചേരുന്നുണ്ട്. RK, ഈ മാറ്റം എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധി മാറണം, ആ നിലയിലേക്ക് പുതിയ ആളുകൾ വരണം, അങ്ങനെയൊക്കെ ഈ യോഗത്തിന് മുൻപ് പറഞ്ഞു കേട്ടിരുന്നതാണ്. യോഗം അവസാനിച്ച് കഴിയുമ്പോൾ അത്തരത്തിൽ കാതലായ ഒരു മാറ്റം ഉണ്ടാകുമോ, അതോ ഈ തോൽവി പഠിക്കാൻ ഒരു സമിതി വരുന്നു, നേതൃനിര അങ്ങനെ തന്നെ തുടരുന്നു, ആ ഒരു നിലയിലേക്കായിരിക്കുമോ കാര്യങ്ങൾ പോവുക? RK. ഉന്മേഷ്, ഈ പരാജയം പഠിക്കുമെന്ന് സോണിയാഗാന്ധി ആമുഖ പ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞു. കേരളത്തിന് സമാനമാകുന്ന വിധത്തിൽ ആ പഠനത്തിന് ശേഷം അതിന് അനുബന്ധമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സോണിയാഗാന്ധി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരാജയം പഠിക്കാൻ ഒരു സമിതി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേതൃത്വം മാറുന്ന കാര്യത്തിൽ G23 ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഘടനാപരമായിട്ടുള്ള മാറ്റമാണ്. പ്രായോഗിക തലത്തിൽ അവർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സോണിയാഗാന്ധി പിന്മാറണം എന്ന് പറഞ്ഞിട്ടില്ല. ഘടനാപരമായിട്ടുള്ള മാറ്റം വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. നോമിനേഷൻ ചെയ്തു വരുന്ന ആളുകൾ അവരാണ് ഈ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയുടെ തിരിച്ചടികൾക്ക് കാരണം എന്നാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് KC വേണുഗോപാൽ അടക്കമുള്ള, ഇപ്പോൾ സംഘടനാ ചുമതല വഹിക്കുന്ന KC വേണുഗോപാൽ അടക്കമുള്ള, മാധ്യമ ചുമതല വഹിക്കുന്ന രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ള നേതാക്കളാണ്. അവരുടെ മാറ്റം വേണം, അല്ലെങ്കിൽ പുനഃസംഘടന പാർട്ടി നേതൃതലത്തിൽ വേണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ ഇതിന് സോണിയാഗാന്ധി വഴങ്ങിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം വഴങ്ങിയില്ലെങ്കിൽ അധ്യക്ഷ പദവിയിൽ നിന്ന് സോണിയാഗാന്ധി ഒഴിയാം എന്ന ഒരു പ്രഖ്യാപനമായിരിക്കും ഇതിന് തുടർച്ചയായി അവർ നടത്താനായി പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എതിർക്കണ്ട എന്നൊരു തീരുമാനമാണ് G23 ഉള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ എന്താണ് അതിനുള്ളിൽ നടക്കുന്നത്, യോഗത്തിനുള്ളിൽ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത നമുക്ക് അല്പസമയത്തിനകം നൽകാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. ഉന്മേഷ്, തീർച്ചയായും ആ സമയത്ത് ആർക്കിലേക്കും നിതിൻ അംബുജനിലേക്കും എത്തുകയും ചെയ്യാം. ഏതായാലും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. മണിക്കൂറുകളായി തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, കോൺഗ്രസ് നേതൃത്വത്തിൽ മാറ്റം വരുമോ എന്നതാണ് പ്രവർത്തക സമിതി നടക്കുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം ഉന്മേഷ്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രായമുള്ള ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ സാഹചര്യത്തിൽ നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ ചരിത്രം എന്താണ് എന്നതാണ്. ആ ചരിത്രം വിവരിക്കുകയാണ് B. ദിലീപ് കുമാർ ഇനി വാർത്താമഴയിൽ. ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിരയെന്ന് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ദേവകാന്ത് ബറുവ പറഞ്ഞത് 1974-ൽ. നേതൃപദവിയിൽ ഇന്ദിരാഗാന്ധിയുടെ കരുത്തു വിളിച്ചോതുന്നതായിരുന്നു ആ വാക്കുകൾ. ബറുവ പിന്നീട് ഇന്ദിരാ കോൺഗ്രസ് വിട്ടത് ചരിത്രം. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്നോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയത് 18 പേർ. ഇതിൽ നെഹ്റു കുടുംബത്തിൽ നിന്നും 5 പേർ. നെഹ്റു കുടുംബത്തിന് പുറത്തുള്ളവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ചത് ഏതാണ്ട് 24 വർഷക്കാലം. 13 പേർ ഇക്കാലയളവിൽ കോൺഗ്രസ് അധ്യക്ഷരായിരുന്നു നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947-ൽ JB കൃപലാനിയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ. പാർട്ടി അധ്യക്ഷനാണോ പ്രധാനമന്ത്രിയാണോ പാർട്ടിയിൽ വലുതെന്ന കാര്യത്തിൽ നെഹ്റുവുമായി തെറ്റിയ JB കൃപലാനി 1947 നവംബറിൽ രാജിവെച്ചു. 1948-49 പട്ടാഭി സീതാരാമയ്യയായിരുന്നു പ്രസിഡന്റ്. നേരത്തെ 1939 ത്രിപുരയിൽ നടന്ന സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസിനോട് പരാജയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ സ്വന്തം സ്ഥാനാർത്ഥി. 1950 ആയപ്പോൾ പുരുഷോത്തം ദാസ് ടണ്ടൻ കോൺഗ്രസ് അധ്യക്ഷനായി.
പക്ഷേ കോൺഗ്രസിൽ ഒരു പ്രശ്നമുണ്ടായി. ഹിന്ദുത്വ ശക്തികളും മതനിരപേക്ഷവാദികളും തമ്മിലുള്ള ഭിന്നത മുറുകി. യാഥാസ്ഥിതിക നിലപാട് സ്വീകരിച്ചിരുന്ന ടണ്ടന് നെഹ്റുവിനോട് പിടിച്ചു നിൽക്കാനാവാതെ അധ്യക്ഷ പദവിയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. പിന്നീട് ജവഹർലാൽ നെഹ്റു 1951 മുതൽ 54 വരെ പ്രധാനമന്ത്രി സ്ഥാനത്തിനൊപ്പം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നു. UN ഥേബാറിൻ്റെ ഊഴമായിരുന്നു പിന്നീട്. 55 മുതൽ 59 വരെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് UN ഥേബാർ തുടർന്നു. 59-ൽ തൻ്റെ പിൻഗാമിയായി ഇന്ദിരാഗാന്ധിയെ അവരോധിക്കും വിധം പാർട്ടി തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചാണ് ഥേബാർ പടിയിറങ്ങിയത്. 59-ൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായി. 60 മുതൽ 63 വരെ നീലം സഞ്ജീവ റെഡ്ഡിയുടെ ഊഴമായിരുന്നു. 64 മുതൽ 67 വരെ കെ കാമരാജ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നു. ഇതിനിടെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചതോടെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി. 69-ൽ നിജലിംഗപ്പ അധ്യക്ഷനായിരിക്കെ കോൺഗ്രസ് നെടുകെ പിളർന്നു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നീലം സഞ്ജീവ റെഡ്ഡിയെ ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാർത്ഥി VV ഗിരി പരാജയപ്പെടുത്തിയതാണ് പിളർപ്പിന് കാരണം. നിജലിംഗപ്പയുടെ നേതൃത്വത്തിൽ സംഘടനാ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണ കോൺഗ്രസും ഉണ്ടായി. ഭരണ കോൺഗ്രസിൻ്റെ തലപ്പത്ത് കെ ബ്രഹ്മാനന്ദ റെഡ്ഡി എത്തി. പിന്നീട് ജഗജീവൻ റാമും ശങ്കർ ദയാൽ ശർമ്മയും DK ബിർവയും കോൺഗ്രസ് അധ്യക്ഷരായി. ഇതിനിടെ സംഘടനാ കോൺഗ്രസ് ജനതാ പാർട്ടിയിൽ ലയിച്ചു. 78 മുതൽ 84 വരെ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നു. 84-ൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ മകൻ രാജീവ് ഗാന്ധി പാർട്ടി അധ്യക്ഷനായി. രാജീവ് ഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ സോണിയാഗാന്ധിക്ക് മേൽ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ സോണിയാഗാന്ധി തയ്യാറായില്ല. PV നരസിംഹറാവുവും പിന്നാലെ സീതാറാം കേസരിയും കോൺഗ്രസ് അധ്യക്ഷരായി. സീതാറാം കേസരിയെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. 1998-ലാണ് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷയായത്. 2017 വരെ ഈ സ്ഥാനത്ത് തുടർന്നു. 2017-ൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി. 2019-ലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി അധ്യക്ഷ പദം രാജിവെച്ചു. 2019 മുതൽ വീണ്ടും സോണിയാഗാന്ധിയായി കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത്. ഇപ്പോൾ നിർണായകമായ പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ തുടരുകയാണ്. എന്താകും തീരുമാനങ്ങളെന്ന് കാത്തിരിക്കാം. കോൺഗ്രസിൽ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം G23 എന്നറിയപ്പെടുന്ന 23 നേതാക്കളടങ്ങിയ തിരുത്തൽവാദ ഗ്രൂപ്പാണ്. പക്ഷേ ഇതിൽ നിന്നും ജിതിൻ പ്രസാദ BJPയിൽ ചേർന്നു. മറ്റൊരു നേതാവായ രാജ് ബബ്ബർ, അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള നേതാവാണ്, കോൺഗ്രസ് വിട്ട് സമാജ്വാദി പാർട്ടിയിൽ ചേരുകയും ചെയ്തു. മറ്റു നേതാക്കളാണിപ്പോൾ G23 എന്നറിയപ്പെടുന്ന ഈ തിരുത്തൽവാദ ഗ്രൂപ്പിലുള്ളത്. പ്രധാനമായും ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേന്ദർ സിംഗ് ഹൂഡ, മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഗുലാം നബി ആസാദ്, മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മുകുൾ വാസ്നിക്, മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിൻ്റെ വക്താവുമൊക്കെയായിരുന്ന NSUവിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന മനീഷ് തിവാരി, കപിൽ സിബൽ, പ്രമുഖ നിയമജ്ഞനും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന കപിൽ സിബൽ, മുൻ കേന്ദ്രമന്ത്രിയും ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവുമായ ആനന്ദ് ശർമ്മ തുടങ്ങിയവരാണ് ഈ തിരുത്തൽവാദ ഗ്രൂപ്പിൽ ഉള്ളത്. മറ്റ് രാഹുൽ ഗാന്ധിയെ പ്രധാനമായും പിന്തുണയ്ക്കുന്ന നേതാക്കൾ KC വേണുഗോപാൽ, അദ്ദേഹം സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഭൂപേഷ് ബാഗൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ്. അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ്. ജയറാം രമേശ് മുൻ കേന്ദ്രമന്ത്രിയാണ്. രൺദീപ് സിംഗ് സുർജേവാല ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവാണ്. AK ആന്റണി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഒക്കെയായിരുന്നു. ഇവരൊക്കെ അടങ്ങിയതാണ് ഈ രാഹുൽ ബ്രിഗേഡ്. രാഹുൽ ബ്രിഗേഡും തിരുത്തൽവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ് ഈ പ്രവർത്തക സമിതി യോഗം എന്ന് പറയാം. ഏതായാലും ഈ യോഗത്തിൻ്റെ തീരുമാനം എന്താകും എന്നതും നമുക്ക് കാത്തിരിക്കാം. അല്പസമയത്തിനകം ആ യോഗ തീരുമാനം വരും. കോൺഗ്രസിൽ എന്തൊക്കെ മാറ്റങ്ങൾ എന്നത് ആ സമയത്ത് വ്യക്തമാവുകയും ചെയ്തു. അടുത്ത വാർത്തയിലേക്ക് വാർത്താമഴ പോവുകയാണ്. വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് 12 നമ്പറുകളിലേക്കുള്ള വാട്സാപ്പ് ചാറ്റുകൾ നശിപ്പിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തൽ. നശിപ്പിച്ച വിവരങ്ങൾ വീണ്ടെടുക്കാൻ ഫോറൻസിക് സയൻസ് ലാബിന്റെ സഹായം ക്രൈംബ്രാഞ്ച് തേടി. 2 ദിവസത്തിനകം സയൻസ് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് സൂചന. വധഗൂഢാലോചന കേസ് അട്ടിമറിക്കാൻ ദിലീപ് ഇടപെടൽ നടത്തിയെന്നതിന്റെ നിർണായക തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. ദിലീപ് അടക്കമുള്ള പ്രതികൾ 12 വാട്സ്ആപ്പ് ചാറ്റുകൾ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നു. ഫോണുകൾ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ തലേ ദിവസമാണ് സുപ്രധാന തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്.
വാട്സപ്പ് ചാറ്റുകളോ ഫോൺ കോളുകൾ സംബന്ധിച്ച വിവരങ്ങളോ ആകാം നശിപ്പിച്ചിട്ടുണ്ടാവുക. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കേസിൽ നിർണായകമാകുമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. നശിപ്പിക്കപ്പെട്ട വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിനായി ഫോറൻസിക് സയൻസ് ലാബിനെ ക്രൈംബ്രാഞ്ച് സമീപിച്ചിട്ടുണ്ട്. മുംബൈയിലെ ഒരു ലാബിന്റെ സഹായത്തോടെയാണ് ഫോണുകളിലെ വിവരങ്ങൾ നശിപ്പിച്ചത്. ജനുവരി 31-ന് ഫോണുകൾ കോടതിയിൽ കൈമാറണമെന്നായിരുന്നു നിർദ്ദേശം. ഇതിന്റെ തലേ ദിവസമാണ് ഈ തെളിവുകൾ ദിലീപ് അടക്കമുള്ള പ്രതികൾ നശിപ്പിച്ചതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഫോണുകളിൽ നിന്ന് നഷ്ടപ്പെട്ട വിവരങ്ങളുടെ മിറർ ഇമേജുകൾ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താനായിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് 2 ദിവസത്തിനകം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചേക്കും. ഉന്മേഷ്, എന്തായാലും ഈ ലഭിക്കാനിരിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് ദിലീപിനെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാകും. നമ്മൾ അടുത്ത വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന നമ്പർ 18 പോക്സോ കേസ് പ്രതി റോയ് വയലാറ്റ് ഇന്ന് കീഴടങ്ങി. റോയ് വയലാറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോയ് കുറ്റം സമ്മതിച്ചുവെന്നാണ് പോലീസ് അറിയിച്ചത്. ഇന്ന് രാവിലെയാണ് മട്ടാഞ്ചേരി ACPക്ക് മുൻപാകെ റോയ് വയലാറ്റ് കീഴടങ്ങിയത്. ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടൽ. ഈ ഹോട്ടലിനുള്ളിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഇതിന്റെ ഉടമ റോയി വയലാട്ടും സുഹൃത്ത് സൈജു തങ്കച്ചനും ശ്രമിച്ചെന്നും ഇതിന് സഹായം ചെയ്തത് അഞ്ജലി റീമാദേവ് എന്ന യുവതിയാണെന്നുമാണ് നമ്പർ 18 പോക്സോ കേസിന്റെ ചുരുക്കം. നാടകീയമായിരുന്നു ഈ കേസിലെ 1-ാം പ്രതി റോയി ജോസഫ് വയലാട്ടിന്റെ ഇന്നത്തെ കീഴടങ്ങൽ. സിറ്റിയാകെ പോലീസ് അരിച്ചു പറക്കിയപ്പോൾ റോയി വയലാട്ട് ഫോർട്ട് കൊച്ചിയിലെ സുരക്ഷിത സ്ഥാനത്തിരുന്നു. അന്തിമ ശാസനം ഒടുവിൽ പോലീസ് നൽകി. ഇന്ന് കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി 12 മണിക്ക് ശേഷം റോയിയുടെ വീട്ടിൽ കയറി പരിശോധന നടത്തുമെന്ന്. എങ്കിൽ കീഴടങ്ങാമെന്ന് റോയി. കമ്മീഷണർ ഓഫീസിൽ എത്താമെന്ന് അഭിഭാഷകൻ പോലീസിനെ അറിയിച്ചു. സർവ്വസന്നാഹവും കമ്മീഷണർ ഓഫീസിൽ പോലീസ് ഒരുക്കി. പക്ഷേ റോയി എത്തിയത് ACP മട്ടാഞ്ചേരിയുടെ മുമ്പിൽ. പോക്സോ കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ റോയി ജോസഫ് വയലാട്ടും അഞ്ജലി റീമാദേവും സൈജു തങ്കച്ചനും ഹൈക്കോടതിയെ സമീപിച്ചു മുൻകൂർ ജാമ്യത്തിനായി. റോയിയുടെയും സൈജുവിൻ്റെയും മുൻകൂർ ജാമ്യം പക്ഷേ ഹൈക്കോടതി തള്ളി. റോയി വിട്ടില്ല, സുപ്രീം കോടതിയിലേക്ക് പോയി. അവിടെയും ജാമ്യം നിഷേധിക്കപ്പെട്ടു. എന്നിട്ടും പിടിച്ചു നിന്നു റോയി 2 ദിവസം. പക്ഷേ പോലീസ് കനത്ത സമ്മർദ്ദമൊരുക്കി. എല്ലാ മേഖലയിലും സമ്മർദ്ദം കൃത്യമായി എത്തുകയും ചെയ്തു. റോയിയുടെ ഏറ്റവും അടുപ്പമുള്ളവർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരുടെ വീടുകളിൽ തുടർച്ചയായി റെയ്ഡുകൾ നടന്നു. നിൽക്കക്കള്ളിയില്ലാതെ റോയി ഒടുവിൽ നിയമത്തിന് മുന്നിലേക്ക് വന്നു. DYSPയുടെ ACOയുടെ ഓഫീസിൽ രാവിലെ ഹാജരായിട്ടുള്ളതാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും എടുത്ത് ബാക്കി കുറ്റസമ്മത മൊഴിയും എടുത്തതിന് ശേഷം തെളിവെടുപ്പിന് പോകുന്നതാണ്. അറസ്റ്റ് നടപടികൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം മറ്റു കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതിന് ശേഷമാണ് അറസ്റ്റ് കാര്യങ്ങളിലോട്ട്. റോയി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് പറയുന്നു. സൈജു തങ്കച്ചൻ്റെ മുങ്ങലിന് അധികം ആയുസില്ല. അഞ്ജലി റീമാദേവിനെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. മോഡലുകളുടെ മരണം, പോക്സോ കേസ് എന്നിങ്ങനെ നമ്പർ 18 ഹോട്ടൽ വിവാദങ്ങളുടെ ഒരു കേന്ദ്രമായി മാറുകയാണ്. ക്യാമറമാൻ ആലോഷിക്കും അരുണിനുമൊപ്പം ശ്യാമാർ ബാബു, 24 കൊച്ചി. വിദേശ വനിതയുടെ പരാതിയിൽ ടാറ്റു പീഡന കേസ് പ്രതി സുജീഷിനെതിരെ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തു. പാലാരിവട്ടം പോലീസാണ് പീഡനാശ്രമത്തിന് കേസെടുത്തത്. ഇതോടെ സുജീഷിനെതിരായ കേസുകളുടെ എണ്ണം 7ആയി. ടാറ്റു സ്റ്റുഡിയോ പീഡനക്കേസിൽ പ്രതി സുജീഷിനെതിരെ കേസുകൾ അവസാനിക്കുന്നില്ല. ഇന്ന് ഒരു യുവതി കൂടി പ്രതിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തി. ഒരു ഫ്രഞ്ച് വനിതയാണ് നിലവിലെ പരാതിക്കാരി.
കൊച്ചിയിൽ വിദ്യാർത്ഥിയായിരുന്ന ഫ്രഞ്ച് യുവതി ഇമെയിൽ വഴിയാണ് പോലീസിന് പരാതി അയച്ചത്. 2019 പാലാരിവട്ടത്തെ സ്റ്റുഡിയോയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പുതിയ പരാതി കൂടി വന്നതോടെ സുജീഷിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 7 കേസിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സുജീഷിന്റെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇരുമ്പഴി ഉറപ്പാക്കുന്ന വകുപ്പുകൾ ധാരാളം. കേസിന് പിന്നാലെ കൊച്ചി നഗരത്തിലെ ടാറ്റു സെന്ററുകളിൽ പോലീസ് പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതായി പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. കർശനമായ നടപടികൾ പ്രതീക്ഷിക്കാം. അതിനിടെ മറ്റൊരു പീഡന കേസ് പ്രതിക്കായുള്ള പോലീസിന്റെ തെരച്ചിൽ തുടരുകയാണ്. വൈറ്റിലയിലെ മേക്കപ്പ് സ്റ്റുഡിയോ പീഡന കേസ് പ്രതി അനീസ് അൻസാരിക്ക് വേണ്ടി വ്യാപക തെരച്ചിലാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ പാസ്പോർട്ട് പോലീസ് പിടിച്ചെടുത്തു. അനീസിന്റെ 2 സുഹൃത്തുക്കളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അനീസ് അൻസാരിക്കെതിരെ പുതിയ പരാതി. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി വനിതയാണ് പരാതിക്കാരി. വിവാഹത്തിന് മേക്കപ്പിടാനെത്തിയപ്പോൾ മാറിൽ കയറി പിടിച്ചെന്നും ശാരീരികമായി ഉപദ്രവിച്ചെന്നും പരാതിയിൽ പറയുന്നു. 4ാമത്തെ കേസ്. ആദ്യ പരാതി ഉയർന്നപ്പോൾ തന്നെ അനീസ് സ്ഥലത്ത് നിന്ന് മുങ്ങി. പക്ഷേ പാസ്പോർട്ട് കൊണ്ടുപോയില്ല. ഇന്നലെ പോലീസ് വീട്ടിൽ ചെന്നു, പാസ്പോർട്ട് പിടിച്ചെടുത്തു. 2 സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. മീറ്റു ആരോപണം ഉന്നയിക്കുന്നവർ അത് അപ്പോൾ തന്നെ പോലീസിന് പരാതിയായി കൂടി കൈമാറാൻ തയ്യാറാകണമെന്ന് കൊച്ചി സിറ്റി പോലീസ് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ആരോപണം ഉന്നയിക്കുകയും പരാതി നൽകാൻ വൈകുകയും ചെയ്താൽ പ്രതി മുങ്ങും. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളെ തേടി നടക്കേണ്ടി വരും. ഈ കേസിൽ സംഭവിച്ചത് അതാണെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ആരോപണം ഉന്നയിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് യുവതികൾ പരാതിയുമായി പോലീസിന് മുന്നിലേക്കെത്തിയത്. പ്രതിക്കത് സഹായകമായി. ക്യാമറമാൻ അരുൺ ഹുഡിയനൊപ്പം ശ്യാമാർ ബാബു, 24 കൊച്ചി. വാർത്താമഴ ഇനി പോകുന്നത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്കാണ്. നോക്കാം ഹെഡ്ലൈൻസ്. കോൺഗ്രസ് നേതൃത്വത്തിൽ മാറ്റം ആവശ്യപ്പെട്ട് തിരുത്തൽവാദി നേതാക്കൾ. ഇപ്പോഴത്തെ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് ഗുലാം നബി ആസാദ്. അധ്യക്ഷ പദത്തിൽ നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം. തെരഞ്ഞെടുപ്പ് തോൽവി ചോദിച്ചു വാങ്ങിയതെന്ന് G23. KC വേണുഗോപാലിനെ മാറ്റണമെന്ന ആവശ്യത്തിന് ഉമ്മൻചാണ്ടിയുടെ പിന്തുണ. രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണമെന്ന് അശോക് ഗെഹ്ലോട്ട്. നെഹ്റു കുടുംബത്തിനായി പ്രമേയം പാസാക്കി ജാർഖണ്ഡ് കോൺഗ്രസ് കമ്മിറ്റി. സോണിയാഗാന്ധിക്ക് ഐക്യദാർഢ്യവുമായി AICC ആസ്ഥാനത്ത് പ്രകടനം. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. കൊല്ലം പുനലൂരിൽ ഒരാൾക്ക് സൂര്യാതപമേറ്റു. നഗരസഭാംഗത്തിന് പൊള്ളലേറ്റത് ബൈക്ക് യാത്രക്കിടെ. താപനിലയിൽ വർധന. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മറ്റന്നാൾ വരെ കടുത്ത ചൂടെന്ന് വിദഗ്ധർ. സംസ്ഥാനം കടന്നുപോകുന്നത് ഉഷ്ണതരംഗത്തിന് സമാനമായ അവസ്ഥയിലൂടെയെന്ന് മുന്നറിയിപ്പ്. ബസ് നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകിയ ഗതാഗത മന്ത്രി. നിരക്ക് വർധന അനിവാര്യം. വിദ്യാർത്ഥി കൺസെഷൻ നാണക്കേടെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ. കൺസെഷൻ ഔദാര്യമല്ലെന്നും മന്ത്രിയുടെ പ്രസ്താവന ഇടതു നയങ്ങൾക്ക് വിരുദ്ധമെന്നും SFI. ഗതാഗത മന്ത്രിയാണ് നാണക്കേടെന്ന് AISF. നിരക്ക് വർദ്ധിപ്പിച്ചാൽ സമരമെന്ന് KSU. പ്രസ്താവന ദുർവ്യാഖ്യാനം ചെയ്തെന്ന് ആന്റണി രാജുവിന്റെ വിശദീകരണം. 5 സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവം. യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. BJP പാർലമെന്ററി പാർട്ടി യോഗം ഉടൻ ചേരുമെന്ന് സൂചന. പഞ്ചാബിൽ റോഡ് ഷോയുമായി അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് മാനും. അടുത്ത ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുക മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ മാത്രം. കോൺഗ്രസ് ഒരു വെല്ലുവിളിയല്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചെന്ന് സീതാറാം യെച്ചൂരി. CPI വർഗവഞ്ചകരെന്ന CPIM സൈദ്ധാന്തിക വാരികയായി ചിന്തയിലെ ലേഖനം വിവാദത്തിൽ. വായനക്കാരന്റെ ലേഖനമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മറുപടി നവയുഗത്തിലെന്ന് കാനം രാജേന്ദ്രൻ. CPIക്ക് നവയുഗം എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷമെന്ന് ലേഖനം എഴുതിയ CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം E രാമചന്ദ്രൻ.
കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരിനും KV തോമസിനും CPIM പാർട്ടി കോൺഗ്രസ് സെമിനാറിലേക്ക് ക്ഷണം. ദിലീപിനെതിരായ വധഗൂഢാലോചന കേസിൽ തെളിവ് നശിപ്പിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 12 നമ്പറുകളിലേക്കുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തെന്ന് കണ്ടെത്തൽ. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. നശിപ്പിച്ച വിവരങ്ങൾ വീണ്ടെടുക്കാൻ ഫോറൻസിക് സയൻസ് ലാബിന്റെ സഹായം തേടി അന്വേഷണ സംഘം. നമ്പർ 18 ഹോട്ടൽ പോക്സോ കേസ് പ്രതി റോയ് വയലാറ്റ് അറസ്റ്റിൽ. കീഴടങ്ങിയ റോയ് കുറ്റം സമ്മതിച്ചെന്ന് പോലീസ്. റോയിയെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തു. കൂട്ടുപ്രതി അഞ്ജലി റീമാദേവിനെ ഉടൻ ചോദ്യം ചെയ്യും. സൈജു തങ്കച്ചൻ ഒളിവിൽ. വൈറ്റിലയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെ വീണ്ടും പീഡന പരാതി. വിവാഹ മേക്കപ്പ് സമയത്ത് ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചെന്ന് പരാതി. അനീസ് അൻസാരിയുടെ വീട്ടിൽ റെയ്ഡ്. പാസ്പോർട്ട് പിടിച്ചെടുത്തു. 2 സഹായികൾ കസ്റ്റഡിയിൽ. കൊച്ചിയിലെ ടാറ്റു പീഡന കേസിൽ പ്രതി സുജീഷിനെതിരെ പുതിയ കേസ്. സുജീഷിനെതിരെ രജിസ്റ്റർ ചെയ്ത പീഡന കേസുകളുടെ എണ്ണം 7. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ 18ാം നാളും അതിരൂക്ഷ ആക്രമണം. പോളണ്ട് അതിർത്തിയിലെ സൈനിക പരിശീലന കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 35 മരണം. ഇവാനോ ഫ്രാങ്കിവ്സിലെ വിമാനത്താവളം തകർത്തു. കിയേവിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം. വെടിവയ്പിൽ 7 പേർ കൊല്ലപ്പെട്ടു. യുക്രൈനിലെ കൂട്ടക്കൊല അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. തിരുവനന്തപുരത്ത് ഗുണ്ടകൾക്കൊപ്പം യൂണിഫോമിൽ മദ്യപിച്ച പോലീസുകാരന് സസ്പെൻഷൻ. നടപടി പോത്തൻകോട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ജിഹാനെതിരെ. മദ്യപിച്ചത് ഗുണ്ടാ നേതാവ് മെന്റൽ ദിബുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കൊപ്പം. മണൽ മാഫിയിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തിൽ സ്റ്റേഷനിലെ CIക്കെതിരെ വകുപ്പ് തല അന്വേഷണം. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ പുറത്തേക്ക് വരുന്നു. മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനാണ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത്. ഡൽഹി AICC ആസ്ഥാനത്തിന് മുൻപിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മുതിർന്ന നേതാക്കൾ പുറത്തേക്ക്. ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ എന്നിവരെ ദൃശ്യങ്ങളിൽ കാണാം. നേതാക്കളുടെ പ്രതികരണം തേടുകയാണ് മാധ്യമപ്രവർത്തകർ. പ്രതികരിക്കാതെ അവർ മടങ്ങുന്നു. അല്പസമയം മുൻപാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പൂർത്തിയായത്. ഡൽഹി AICC ആസ്ഥാനത്തിന് മുൻപിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഔദ്യോഗിക വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ്. सोनिया जी कह रही थी संगठन में जो करना हो, जो बल सैक्रिफाइस देना हो, मैं तैयार हूँ। सबने यही सहमति बनी के लिए आप नेतृत्व करते रहिए और हम लोग एक बहुत मजबूत विपक्ष की भूमिका निभाएंगे। राहुल जी की तरफ से कार्य समिति से कोई रेजिग्नेशन? राजीव जी മുതിർന്ന നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ രാജീവ് ശുക്ലയാണ് ഇപ്പോൾ 1-2 കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിൽ രാഹുൽ ഗാന്ധിയുടേതടക്കമുള്ള രാജിക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. നിതിൻ അംബുജൻ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഇപ്പോൾ മുതിർന്ന നേതാക്കൾ പ്രതികരിക്കാതെ ഗുലാം നബി ആസാദ് അടക്കം വാഹനത്തിൽ കയറി പോവുകയാണ് ഉണ്ടായത്. അനുജ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ AICC ആസ്ഥാനത്തെ ഒരു അന്തരീക്ഷം. കാരണം മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടില്ല. 8:45 വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ AICCയിൽ നിന്നും ലഭിച്ച അറിയിപ്പ്. എന്തായാലും ഒരു 4.5 മണിക്കൂറോളം ചർച്ച. നിതിൻ തുടരാം. ദിഗ്വിജയ് സിംഗ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. നിതിൻ തുടരും. എന്താണ് യോഗത്തിലുണ്ടായ തീരുമാനം സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായ ഒരു പ്രതികരണം നൽകിയിട്ടില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഒരു 4.5 മണിക്കൂർ നീണ്ട ചർച്ചയിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടായി എന്നാണ്. എന്തായാലും അല്പസമയത്തിനും തന്നെ ഏകദേശം ഒരു 10 മിനിറ്റും തന്നെ കോൺഗ്രസിന്റെ ഒരു വാർത്താ സമ്മേളനം നടക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, യോഗം പൂർത്തിയായി, നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഔദ്യോഗിക വാർത്താ സമ്മേളനം ഉണ്ടാകും. എന്തൊക്കെ ചർച്ചകൾ നടന്നു? എന്തൊക്കെ തീരുമാനങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? ഉന്മേഷ്, നിലവിൽ നേതാക്കൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയാണ് യോഗത്തിന് ശേഷം വസതിയിലേക്ക് മടങ്ങുന്നത്. എന്തായാലും ഈ യോഗം കഴിഞ്ഞ് ഇറങ്ങിയ നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ യോഗത്തിലെ തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായ തീരുമാനങ്ങൾ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് വ്യക്തമാക്കി
വ്യക്തമാക്കിയത് എല്ലാ നേതാക്കളും തന്നെ. എന്തായാലും ഈ യോഗം ഗുണപരമായിരുന്നു എന്ന ഒരു പ്രതികരണമാണ് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ കൂടുതൽ തീരുമാനങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ യോഗത്തിന് ശേഷം നേതാക്കൾ തന്നെ ഔദ്യോഗികമായി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിർണായക തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് ഈ നേതാക്കളുടെ ഈ പെരുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും യോഗത്തിൽ സംതൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന് 1-2 വാചകങ്ങളിലുള്ള മറുപടികൾ മാത്രമാണ് ഈ നേതാക്കൾ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള മായി തന്നെ അറിയിക്കുമെന്ന നിലപാടാണ് എല്ലാ നേതാക്കളും തന്നെ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ യോഗത്തിലെ തീരുമാനങ്ങൾ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും. നിലവിൽ ഇപ്പോൾ മറ്റ് നേതാക്കളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് യോഗത്തിന് ശേഷം. എന്തായാലും പ്രധാന നേതാക്കൾ നേരത്തെ ഈ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം ഉൾപ്പെടെ നടത്തുകയും നേതൃമാറ്റം എന്ന ആവശ്യം ഉന്നയിച്ച G23 നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിന് ശേഷവും ഒരു നിലപാട് എന്താണ് യോഗത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളോ തീരുമാനങ്ങളോ ഈ യോഗത്തിലുണ്ടോ എന്നീ കാര്യങ്ങൾ പോലും പ്രതികരിക്കാൻ എന്തായാലും ഇതുവരെയും തയ്യാറായിട്ടില്ല. അവരുടെ ശരീരഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? അവർ സംതൃപ്തരായി മടങ്ങി എന്ന തരത്തിലേക്കാണോ അവരുടെ പോക്ക്? भरे और उनको तैयार करें कि आगे जो चुनाव होने वाले हैं राज्यों में और जो चुनाव होने वाला है लोकसभा का, उसके लिए वो पूरी तरह से तैयारी करें। कौन नए चुनावों किस तरह से कोई लीड करेगा, इससे बातचीत आगे किस तरह से आगे बढ़ना है? अभी तो संगठन के चुनाव होंगे, उन चुनावों का जो परिणाम होगा उसके आधार पर सब निर्णय लिया जाएगा। कोई नाम ऐसा कुछ निकल के आया हो या फिर हार की जवाबदेही तय हुई? सबने जो इसके इंचार्ज थे सबने कहा कि वो इसके लिए जिम्मेदार हैं, मगर किसी ने दूसरे पर आरोप नहीं लगाया कि आप जिम्मेदार हैं। क्या गांधी परिवार की तरफ से कुछ बोला गया? मैडम ने कहा कि शी कैन स्टेप बैक इफ पार्टी वांट्स। वो क्या मैम ने ऐसा कहा है? देखिए, उन्होंने अपने भाषण में कहा है कि जो सब की राय होगी वैसा वो करेंगे। राय मतलब कि एक उस बैठक में किस तरफ मुड़े हैं कि क्या हो सकता है ऐसा कि शायद वो स्टेप बैक करें? ऐसा तो कुछ नहीं हुआ, ऐसा कुछ लेकिन नहीं। अगर राय में भी निकलता है तो इस चीज को राय नहीं निकली ऐसी राय नहीं निकली। सोनिया जी अध्यक्ष रहेंगी कांग्रेस? हाँ जी। തീരുമാനം വരുന്നു, സോണിയാഗാന്ധി തുടരും എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. RK, സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് തുടരുമല്ലേ? തീർച്ചയായിട്ടും പ്ലീനറി സമ്മേളനം വരെ സോണിയാഗാന്ധി അധ്യക്ഷതയെ തുടരും എന്നാണ് തീരുമാനം. പ്ലീനറി സമ്മേളനം സെപ്റ്റംബറിന് മുമ്പായിട്ട് പൂർത്തിയാകും. ഈ പ്ലീനറി സമ്മേളനത്തിലായിരിക്കും ഒരു മിനിറ്റ് asked to prepare for the coming state elections and the Lok Sabha election. So the leadership will not change. No, this is not. That is because the organizational elections are taking place. They are already in the process. No sudden change in the leadership. Because the organizational elections are in the process. Okay, ma'am. Thank you. അപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതുകൊണ്ട് തൽക്കാലത്തേക്കൊരു നേതൃമാറ്റം ഉണ്ടാകില്ല എന്നാണ്. ബൽറാം, അങ്ങനെ തന്നെയല്ലേ? പ്രതികരിച്ചിരിക്കുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു നേതൃമാറ്റം ഉടൻ ഉണ്ടാകില്ല എന്ന തീരുമാനമാണ് യോഗം കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മീരാകുമാർ വ്യക്തമാക്കിയത്. തൽക്കാലത്തേക്ക് നേതൃമാറ്റം ഉണ്ടാവില്ല. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാവുകയും എല്ലാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു. എന്തായാലും നേതൃമാറ്റം ഉടൻ ഇല്ല എന്ന് തന്നെയാണ് യോഗത്തിന് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തുകയും ഈ സംഘടനാ തിരഞ്ഞെടുപ്പിലായിരിക്കും ഇതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം കൈക്കൊള്ളുക. ബൽറാം തുടരുക. ഇപ്പോൾ ആർ രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നുണ്ട്. തീരുമാനങ്ങൾ ആർക്ക് വിശദീകരിക്കും? RK, സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നു. മറ്റെന്തൊക്കെ തീരുമാനങ്ങളുണ്ട് യോഗത്തിൽ, പ്രവർത്തക സമിതിയിൽ? RK, कीजिएगा, मैं उम्मीद करता हूँ राजस्थान होगा और बाकी अच्छा डिस्कशन हुआ. आपको अभी प्रेस ब्रीफिंग होगी तो आपको सब बातें मालूम पड़ रहा है. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. RK, തുടരാം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ ശക്തമാക്കാൻ ഗുണകരമെന്ന നിലപാടിൽ സ്വീകരിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നുവരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായി നടത്താൻ ഉള്ള നടപടികൾ വേണം എന്ന നിർദ്ദേശം ഗുലാം നബി ആസാദ് മുന്നോട്ട് വെച്ചു. ആ നടപടിയെ അംഗീകരിക്കുന്ന വിധത്തിലാണ് സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധി അതുവരെയുള്ള സമയം താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ എന്ന തീരുമാനമാണ് ഇപ്പോൾ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണം എന്ന ആവശ്യം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉന്നയിച്ചു. അശോക് ഗെഹ്ലോട്ടിന്റെ ആവശ്യം പക്ഷേ രാഹുൽ ഗാന്ധി അംഗീകരിക്കാനായി തയ്യാറായില്ല. വളരെ വിപുലമായ ഒരു ആമുഖ പ്രഭാഷണമാണ് സോണിയാഗാന്ധി നടത്തിയിരുന്നത്. സോണിയാഗാന്ധി പറഞ്ഞതനുസരിച്ച് പാർട്ടിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യം, തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം അത് ഒരു കൂട്ടുത്തരവാദിത്വമായി കണക്കാക്കണം. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാനായി തയ്യാറാകണം. പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഗുലാം നബി ആസാദിന്റെ നേതൃത്വത്തിൽ G23 നേതാക്കന്മാർ രൂക്ഷമായിട്ടുള്ള വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചു. വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിഹരിക്കേണ്ടവ പരിഹരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന നിലപാടാണ് ദേശീയ നേതൃത്വം സ്വീകരിച്ചത്. ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ പ്രവർത്തക സമിതി ചേരാനും നാളെ മുതൽ ആരംഭിക്കുന്ന പാർലമെന്റ് യോഗത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും ഉള്ള തീരുമാനവും യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്ലീനറി സമ്മേളനം എന്നുള്ളത് എപ്പോൾ നടത്താനാണ് എന്ന തീരുമാനം കൂടി ഇന്ന് യോഗത്തിൽ കൈക്കൊണ്ടോ രാധാകൃഷ്ണൻ? പ്ലീനറി സമ്മേളനത്തിന്റെ തീയതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ധാരണ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. സെപ്റ്റംബറിന് മുമ്പ് പൂർത്തിയാകുന്ന വിധത്തിൽ തന്നെയാണ് പ്ലീനറി സമ്മേളനം നടക്കുക. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കാൻ പാകത്തിൽ നടപടികൾ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ നടപടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ നോമിനേഷൻ അടക്കമുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തും എന്ന രീതിയിൽ സൂചനയുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തെരഞ്ഞെടുപ്പുമായി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഈ പ്ലീനറി സമ്മേളനത്തിനായിട്ടുള്ള നടപടികളും വളരെ വേഗത്തിൽ ആരംഭിക്കാനുള്ള തീരുമാനവും യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. ശരി, എന്തൊക്കെ തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായി എന്നറിയാം. അല്പസമയത്തിനകം നേതാക്കളുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിലേക്ക് വാർത്താമഴ എത്തും. After that, Congress Working Committee members, including all the senior leaders, openly participated in the discussion to analyze the results. It was a sincere discussion, very fruitful discussion happened in the working committee, and working committee unanimously accepted a statement which I am going to read out. The recent assembly election results of 5 states are a cause of serious concern for the Indian National Congress. The party accepts that due to shortcomings in our strategy, we could not effectively expose ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് നടക്കുകയാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. വളരെ ഫലപ്രദമായ ചർച്ചകളാണ് യോഗത്തിൽ ഉണ്ടായത് എന്നാണ് KC വേണുഗോപാൽ വിശദീകരിച്ചത്. prevailing in the country today, and the party is fully conscious of its immense responsibility. The CWC expresses its gratitude to millions of Congress workers and leaders across the 5 states who work tirelessly for the party and its candidates. While humbly accepting the electoral verdict of the latest round of assembly elections, the Congress party assures its workers and the people of India that it will continue to remain a vigilant and vibrant opposition. Congress party will fully prepare to face the electoral challenges in the election-going states in 2022 and 2023, as well as in the Lok Sabha election 2024. CWC unanimously reaffirms its faith in the leadership of Srimati Sonia Gandhi and requests the Congress President to lead from the front
address the organizational weakness, effect necessary and comprehensive organizational changes in order to take on the political challenges. And CWC also decided to have a detailed deliberation of the party strategy and way forward in the upcoming elections in 2022, 23 and 24. A Chindan Shivir of the senior leaders will be held immediately after the current parliament session. Before the Chindan Shivir, the CWC will meet once again to discuss the matters to be taken up in the meeting, including the organizational changes and the strategies. Honorable Congress President will immediately take up the immediate correction measures to revamp and re-strengthen the organization. This is what we decided today's working committee. बहुत बहुत शुक्रिया महासचिव संगठन श्री केसी वेणुगोपाल का। आदरणीय साथियों, बहुत संक्षिप्त में अगर मैं ये कहूँ, जैसा वेणुगोपाल जी ने बताया, आज लगभग 5 घंटे तक कांग्रेस कार्य समिति की बैठक अखिल भारतीय कांग्रेस कमेटी के इस प्रांगण में हुई। लगभग सभी नेताओं ने बड़े खुले मन से अपने अपने विचार रखे, बड़े खुले मन से चर्चा हुई। जहाँ जहाँ हमारी कमियां हैं और जहाँ जहाँ हमारी ताकत हैं, उन सब का गहन चिंतन से अवलोकन किया गया। खुले मन से और साफ दिल से उस पर चर्चा हुई। सभी नेताओं ने अपने विचार रखे और उस सारी मंत्रणा का जो सार था वो एक कांग्रेस कार्य समिति के बयान के तौर पर श्री केसी वेणुगोपाल जी ने आपको पढ़कर सुनाया है। उसका हिंदी रूपांतर मैं आपको बताऊंगा। कांग्रेस कार्य समिति द्वारा जारी वक्तव्य: 5 राज्यों के विधानसभा चुनाव परिणाम भारतीय राष्ट्रीय कांग्रेस के लिए गंभीर चिंतन का विषय है। पार्टी का ये मानना है कि अपनी रणनीति में खामियों के चलते हम जहां 4 राज्यों में भाजपा सरकारों के कुशासन को प्रभावी ढंग से उजागर नहीं कर पाए, वहीं पंजाब राज्य में नेतृत्व बदलाव के 5 राज्यों के विधानसभा चुनाव परिणाम भारतीय राष्ट्रीय कांग्रेस के लिए गंभीर चिंतन का विषय है। पार्टी का यह मानना है कि अपनी रणनीति में खामियों के चलते हम जहां 4 राज्यों में भाजपा सरकारों के कुशासन को प्रभावी ढंग से उजागर नहीं कर पाए, वहीं पंजाब राज्य में नेतृत्व बदलाव के बाद मिले सीमित समय में सत्ता विरोधी लहर पर काबू नहीं पाया जा सका। कांग्रेस पार्टी देश में आज व्याप्त राजनीतिक निरंकुशता के खिलाफ करोड़ों भारतीयों की आशाओं का प्रतिनिधित्व करती है और अपनी इस जिम्मेवारी के प्रति पूरी तरह से सजग और जागरूक है। कांग्रेस कार्य समिति लाखों कांग्रेस कार्यकर्ताओं और नेताओं के प्रति अपना आभार व्यक्त करती है, जिन्होंने 5 राज्यों के इन चुनावों में पार्टी और उसके उम्मीदवारों के लिए अथक परिश्रम किया। कांग्रेस पार्टी अपने कार्यकर्ताओं और भारत के लोगों को आश्वस्त करती है कि वह विधानसभा चुनाव के കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് ശേഷം ഇപ്പോൾ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. നേരത്തെ കെ സി വേണുഗോപാൽ വിശദീകരിച്ചു. ഇപ്പോൾ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഇപ്പോൾ അധ്യക്ഷയായി സോണിയാഗാന്ധി തുടരുമെന്ന് പറയുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിൽ 4ഇടത്ത് ബിജെപിയുടെ ദുർഭരണം തുറന്നു കാട്ടാൻ കോൺഗ്രസിനായില്ല. പഞ്ചാബിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ് അവർ ഇപ്പോഴും പറഞ്ഞു വരുന്നത് ഉന്മേഷ്. അതായത് അവർ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലുകൾ, അമരീന്ദർ സിംഗിനെ മാറ്റിയത്, നവ്ജോത് സിംഗ് സിദ്ധുവിനെ അവിടെ അവരോധിച്ചത്, ഇതൊന്നുമല്ല പരാജയത്തിന് കാരണം.
തെരഞ്ഞെടുപ്പ് ഈ ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്നത് തന്നെയാണ് ഈ യോഗത്തിലും ഉയർന്നു വന്നിരിക്കുന്ന വികാരം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് ബസ് ചാർജ് വർധന അനിവാര്യമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഇക്കാര്യത്തിൽ ബസ് ഉടമകളുടെ ആവശ്യം ന്യായമാണെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും പലതലങ്ങളിൽ ചർച്ചകൾ തുടരുകയാണെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന നടപടികൾക്ക് മന്ത്രി തന്നെ നേതൃത്വം നൽകിയാൽ പ്രതിരോധിക്കുമെന്ന് KSU വ്യക്തമാക്കി. ബസ് ചാർജ് വർധനവ് വേണമെന്നുള്ള സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം ന്യായമാണ് എന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവും സമ്മതിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. വൈകാതെ തന്നെ ഈ ഇന്ധന വിലയിൽ വലിയൊരു വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം റിപ്പോർട്ടുകൾ വരികയും ചെയ്യുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വർധനവായിരിക്കും ബസ് ചാർജിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കുന്നത്. അവരുടെ ആവശ്യം ന്യായമാണ്. കാരണം ഇന്ധനവില ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ രീതിയിൽ ഗതാഗത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നത്തേക്ക് ആകുമെന്ന് ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ലെങ്കിലും ബസ് ചാർജ് വർധന ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് മിനിമം 6 രൂപയാക്കണമെന്നൊരു ആവശ്യം കൂടി സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അക്കാര്യത്തിലും ഒരു പരിഗണന സർക്കാർ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികളുടേത് ചാർജ് വർധനവാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. 10 വർഷമായി 2 രൂപ ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ അവർക്ക് തന്നെ ഒരു മനപ്രയാസം ഉണ്ടാകുകയാണത്. സ്വകാര്യ ബസ്സുകൾക്ക് വരുമാനം വളരെ കുറയുന്നത് ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ കൺസെഷനിലുള്ള റേറ്റ് ആണെന്നാണ് അവർ പറയുന്നത്. അതൊരു പരിധിവരെ ന്യായവുമാണ്. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നത് സ്വകാര്യ ബസ് ഉടമകളാണ്. പക്ഷേ ഗതാഗത മന്ത്രി ആന്റണി രാജു പറയുന്നത് സ്വകാര്യ ബസ്സുകളേക്കാൾ നഷ്ടത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ KSRTCയുടെ പോക്ക്. അതുകൊണ്ട് KSRTCയുടെ നിലനിൽപ്പിന് ബസ് ചാർജ് വർധനവ് അനിവാര്യമാണ് എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് അല്പം വൈകിയാലും സംസ്ഥാനത്ത് ബസ് ചാർജ് വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കുന്നത്. അതിനിടെയാണ് ഉന്മേഷ് അല്പസമയം മുൻപ് ഇത് വലിയ വിവാദമായി മാറിയതോടെ ആന്റണി രാജു ഒരിക്കൽ കൂടി വിശദീകരണവുമായി രംഗത്തെത്തി. വിദ്യാർത്ഥി കൺസെഷന് താൻ എതിരല്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. താൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായി മാധ്യമങ്ങൾ നൽകിയില്ല. വിദ്യാർത്ഥി സംഘടനകളുമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. KSU നിലപാട് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. എൻ്റെ മുഴുവനായ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിലെടുക്കാതെ അടർത്തിയെടുത്ത് ഏതെങ്കിലും ഒരു വാക്കെടുക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും നാണക്കേടുണ്ടാവില്ല. തിരുത്തേണ്ട ഏതെങ്കിലും വാചകങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തേണ്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തും. പക്ഷേ ഇപ്പോൾ ഇറക്കി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു അവ്യക്തത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്ന CPIM-ന്റെയും CPI-യുടെയും ഒരു ആശയ ചർച്ച ഇപ്പോൾ ചൂടുപിടിച്ചു വരികയാണ്. വിവാദമായി മാറുകയും ചെയ്യും. അതെ, ആ വാർത്തയിലേക്ക് വാർത്താമഴയിൽ പോകുന്നു. CPI വർഗവഞ്ചകരെന്ന CPIM സൈദ്ധാന്തിക വാരികയായ ചിന്തയിലെ ലേഖനം വിവാദത്തിൽ. നവയുഗത്തിലൂടെ മറുപടി നൽകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കമ്മ്യൂണിസ്റ്റ് പേരും ചെങ്കൊടിയും CPI ഒഴിവാക്കണമെന്ന ലേഖനം വായനക്കാരന്റെ മാത്രം അഭിപ്രായമെന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം E രാമചന്ദ്രനാണ് ലേഖനം എഴുതിയത്. പാർട്ടി കോൺഗ്രസുകൾ എടുക്കുമ്പോൾ CPIയും CPIM-ഉം പരസ്പരം ചരിത്രമൊക്കെ പറഞ്ഞുള്ള ഏറ്റുമുട്ടൽ അത് പതിവുള്ളതാണ്. ഇക്കുറിയും തെറ്റിയില്ല. സംഘടനാ സമ്മേളനങ്ങളുടെ ഉദ്ഘാടന പ്രസംഗങ്ങൾക്കായി CPI സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ കുറിപ്പാണ് ഇത്തവണ CPIM-നെ പ്രകോപിപ്പിച്ചത്. LDF-ലെ തിരുത്തൽ ശക്തിയാണ് CPI എന്ന പരാമർശത്തെ കടന്നാക്രമിക്കുകയാണ് സൈദ്ധാന്തിക പ്രസിദ്ധീകരണമായ ചിന്തയിലൂടെ CPIM. CPI കമ്മ്യൂണിസ്റ്റ് പേരും ചെങ്കൊടിയും ഉപേക്ഷിക്കേണ്ടിയിരുന്ന പാർട്ടിയാണെന്നായിരുന്നു E രാമചന്ദ്രൻ എഴുതിയ ലേഖനത്തിലെ കടുത്ത പരാമർശം. 1967 ശേഷം പലപ്പോഴും CPI നയവഞ്ചന കാണിച്ചിട്ടുണ്ടെന്നും ലേഖകൻ ഉദാഹരണ സഹിതം സമർത്ഥിക്കുന്നു. ചിന്തയുടെ പ്രകോപനത്തിന് നവയുഗത്തിലൂടെ മറുപടി എന്നാണ് കാനം രാജേന്ദ്രൻ്റെ നിലപാട്. വിമർശിക്കുന്നത് ശരിയാണോ എന്ന് വിമർശിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടതെന്നും CPI സംസ്ഥാന സെക്രട്ടറി. ആ ലേഖനത്തിന് മറുപടി അടുത്ത നവയുഗത്തിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വായിക്കുക. ചിന്തയിൽ വന്നത് ഒരു വായനക്കാരൻ്റെ പ്രതികരണം മാത്രമാണെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ വിശദീകരണം. CPIM നിലപാട് പാർട്ടി തന്നെ പറയും.
അതിന് ആരുടെയും ഷീട്ട് വേണ്ടെന്നും കോടിയേരി. എഴുതിയാൾക്ക് പലതും എഴുതാം. CPM അഭിപ്രായം ഉണ്ടെങ്കിൽ CPM തന്നെ പറയും. അതിനാരുടെയും ഷീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. കോടിയേരി ലഘൂകരിച്ചതുപോലെ വെറും വായനക്കാരനല്ല ഈ രാമചന്ദ്രൻ. പാലക്കാട് DYFI ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷനായിരുന്ന രാമചന്ദ്രൻ നിലവിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇനി നവയുഗത്തിനായുള്ള കാത്തിരിപ്പാണ്. പാർട്ടി കോൺഗ്രസുകൾ അവസാനിക്കും വരെ ചരിത്രത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഇരു പാർട്ടികളും തുടരും. ഇന്നലെ വാർത്താമഴയിൽ നമ്മളൊരു കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരുന്ന 2 ദിവസം 6 ജില്ലകളിൽ താപനില ഉയരും എന്ന മുന്നറിയിപ്പായിരുന്നു അത്. ഇപ്പോൾ അത്തരത്തിലേക്ക് താപനില ഉയരുന്നു. കൊടും ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലം പുനലൂരിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി 37.4 ഡിഗ്രി സെൽഷ്യസ്. 6 ജില്ലകളിൽ ഇന്നും നാളെയും ചൂട് കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ചില ആളുകളുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി വാർത്താമഴ പോകുന്നത്. അതെ, വെയിൽ നോക്കാൻ നമുക്ക് വരുന്ന വീട്ടിലെ സാഹചര്യം നടക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പൊരിഞ്ഞ വെയിലത്ത് നമ്മൾ പണിയെടുക്കുന്നത്. പിന്നെ വെയിലാണ്, പണിയായിരിക്കാൻ വല്ല കുടുംബം പൊടുത്തണ്ടേ. ഭയങ്കര വെയിലാണ്, ചൂടാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ പണിയുമാണ്. ഒടുക്കത്തെ വെയിലാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പം കണ്ട ദേഹമൊക്കെ പൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ജീവിക്കണ്ടേന്നോർത്താണ് ഞങ്ങൾ ഈ പണിക്കിറങ്ങുന്നത്. വെയിലൊന്നും നോക്കിയിട്ടും കാര്യമില്ല, മഴയാണെന്ന് നോക്കിയിട്ടും കാര്യമില്ല. അത് നമ്മൾ ചെയ്യുന്ന ജോലിയല്ലേ. താങ്ങാൻ പറ്റുന്നുണ്ടോ ഈ വെയിൽ? അയ്യോ, പറയാൻ ഒക്കത്തില്ല. താങ്ങാൻ പറ്റത്തില്ല വെയിൽ കാരണം. ഭയങ്കര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാനും പറ്റത്തില്ല. മേളിൽ ഹൈറ്റുള്ള പണിയല്ലേ, പിന്നെ സാഹചര്യം എങ്ങനെയായിട്ട് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഏത് ജോലിക്കും അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇത് അവർക്കും ആവശ്യമാണ്, നമുക്കും കാശ് കിട്ടണം. അപ്പോൾ ജോലി ചെയ്തല്ല പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ചൂടായാലും എന്നാലും നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയും പിന്നെ കൊറോണ കേസ് കിട്ടും എല്ലാം കൊണ്ട് ഒരു പ്രതിസന്ധിയിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം KC വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ആൾക്ക് വേദന ഉണ്ടാവും. പാർട്ടി പ്രവർത്തനം കോൺഗ്രസ് ഒന്നും പഠിക്കുന്നില്ലെന്നും പഴയ രീതി തന്നെ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അല്ല, അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ, തോൽവിയിൽ നിന്നും പാഠം പഠിക്കുന്നില്ല. ഇപ്പോൾ തോൽവിയെക്കുറിച്ചൊരു വസ്തുനിഷ്ഠമായ വിലയിരുത്തൽ നടത്തിയാലല്ലേ എന്തുകൊണ്ടാണ് തോറ്റതെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞങ്ങൾ മാത്രമാണ് തോറ്റത്. നിങ്ങളെല്ലാം കൂടി എഴുതിയില്ലേ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ജയിക്കാൻ പോകുന്നു? ജയിച്ചോ സമാജ്വാദി പാർട്ടി? അപ്പോൾ പാർട്ടികൾക്കെല്ലാം എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്? ഞാൻ തോൽക്കുന്നതിനെ ന്യായീകരിക്കുകയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ തമ്മിൽ തോൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തി തിരുത്തലുകൾ നടത്തേണ്ട ആവശ്യമാണ്. അതിനാണ് ഇന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി ഏകകണ്ഠമായിട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ, അതിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ കോൺഗ്രസ് പ്രസിഡന്റിനോട് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് വരെ മുന്നിൽ നയിച്ചുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ട സംഘടനാപരമായ മാറ്റങ്ങൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെയല്ലേ 2014-ലും 2019-ലും ആവർത്തിച്ചത്. പരാജയം ഉണ്ടാകുമ്പോൾ രാജ്യസന്നദ്ധ അറിയിക്കും, അത് തള്ളി. അല്ല, രാജ്യസന്നദ്ധത അല്ല, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ പാർട്ടിക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഓരോ പാർട്ടിക്കും ആഭ്യന്തര ജനാധിപത്യമുണ്ട്. എന്തായാലും പാർട്ടിയുടെ പരമോന്നത ബോഡിയായിട്ടുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണല്ലോ ചേർന്നത്. അവരെല്ലാം ഓരോ പ്രദേശത്തുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? അവരുടെ എല്ലാം അഭിപ്രായം അനുസരിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അവരുടെ അഭിപ്രായം പറയും. മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചും അല്ലെങ്കിൽ പൊതുചർച്ചകൾക്കനുസരിച്ചും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇല്ല, അധ്യക്ഷ പദവിയിൽ ആർക്കും ആവാലോ. ആഗസ്റ്റ് 20 കോൺഗ്രസ് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ആഗസ്റ്റ് 20 മുതൽ തുടങ്ങുകയാണ് ആ പ്രസിഡന്റ് ഇലക്ഷൻ്റെ പ്രൊസീജിയർ. ലാസ്റ്റിൽ അവസാനിക്കുന്ന ആഗസ്റ്റ് 20 മുതൽ അങ്ങോട്ടാണ്. ആർക്കും മത്സരിക്കാം. മത്സരിക്കാം. കോൺഗ്രസ് പ്രസിഡന്റിലേക്ക് ഒരു ഇലക്ഷൻ നടക്കാൻ പോകണം. ഇനിയിപ്പം 2 മാസം കൊണ്ട് ഏപ്രിൽ മാസം മുതൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുകയാണ്. ബൂത്ത് ഇലക്ഷൻ ആരംഭിക്കുകയാണ്. ബൂത്ത് ഇലക്ഷൻ, ബ്ലോക്ക് ഇലക്ഷൻ, DCC ഇലക്ഷൻ, PCC ഇലക്ഷൻ, കോൺഗ്രസ് പ്രസിഡന്റ് ഇലക്ഷൻ. ഇത് 4 മാസത്തെ ഷെഡ്യൂളിനകത്ത് ഇതെല്ലാം തീരുകയാണ്. അപ്പോൾ അങ്ങനെ തീരുമ്പം
താങ്കൾ എന്തിപ്പോൾ ഗാന്ധി കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് മത്സരിക്കണം എന്നൊന്നും ഉണ്ടോ? ആർക്ക് വേണമെങ്കിൽ മത്സരിക്കാം, ഏത് കോൺഗ്രസ്സുകാരനും മത്സരിക്കാം, അർഹതപ്പെട്ടെ. സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ കാര്യങ്ങളിൽ കേരളത്തിലെ നേതാക്കന്മാർ ഒന്നിച്ചിരുന്നാണ് തീരുമാനിക്കേണ്ടത്. അവർ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ആ പൂർണ്ണമായിട്ടും കളക്റ്റീവ് എല്ലാവരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ചുമതലപ്പെട്ടവർ അവരെല്ലാം ചുമതലപ്പെട്ട ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ചെയ്യേണ്ട പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അവർ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്തായാലും ആ കാര്യത്തിൽ സംഘടനാപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ദൗർബല്യങ്ങൾ, അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിയിലുണ്ടായിരുന്ന ദൗർബല്യങ്ങൾ, ഇതൊക്കെ ഓരോ സ്റ്റേറ്റുകളിലും വന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല ഇതിന് വസ്തുനിഷ്ഠമായിട്ട് കോൺഗ്രസ് പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ബൃഹത്തായിട്ടുള്ള ഒരു ചിന്തൻ ശിബിർ ഒരു മാസത്തിനകം നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ വെച്ച് അതിന് മുമ്പായിട്ട് വർക്കിംഗ് കമ്മിറ്റി കൂടി ചിന്തൻ ശിബിറിൽ അവതരിപ്പിക്കേണ്ട മാറ്റങ്ങൾ, സ്ട്രാറ്റജിയിലുണ്ടാകേണ്ട ചേഞ്ചുകൾ, സംഘടനാപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ബൃഹത്തായ പാർട്ടി എങ്ങനെ 2024 ഇലക്ഷനെ നേരിടുന്നതിനെക്കുറിച്ചും 2023 ഇലക്ഷനെക്കുറിച്ചും ഒക്കെ നേരിടുന്നതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചിന്തൻ ശിബിർ നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. G23 നേതാക്കൾ നേരത്തെ അതിർത്തി അറിയിച്ച് സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയിരുന്നു. ഇപ്പോൾ ഒരു വലിയ പരാജയമുണ്ടായി. കോൺഗ്രസ് ഈ പരാജയം പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഈ നേതാക്കളുടെ ഒരു നിലപാടിന് ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു ഗുണപരമായിട്ടുള്ള അംശമായിട്ട് ഞാൻ കാണുന്നത്, കോൺഗ്രസിനകത്തെ ഇന്നത്തെ ഈ പരാജയത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ട് ഒരു ഐക്യത്തിൻ്റെ സന്ദേശം എല്ലാ നേതാക്കന്മാർക്കും ഒരു വ്യത്യാസമില്ലാതെ ഉണ്ടായിട്ടുണ്ടെന്നില്ല. വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. വിമർശനം ഉണ്ടാവണമല്ലോ പാർട്ടിയിൽ. വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പരമോന്നത ബോഡിയാണ്. അവിടെ വിമർശിക്കാതെ പിന്നെ ഇവിടെ വിമർശിക്കാൻ പറ്റും. വസ്തുനിഷ്ഠമായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. ആ വിമർശനങ്ങൾ അവർ തന്നെയാണ് നിർദ്ദേശിച്ച് അവരുടെ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ നേതാക്കന്മാരടക്കം വളരെ സജീവമായി ചർച്ചകൾ പങ്കെടുക്കുകയും അവർ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് തീരുമാനിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് പലരും. അപ്പോൾ അതിനകത്ത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നിരിക്കുന്നത് എന്നതിന് സംശയമില്ല. രാഹുൽ ഗാന്ധി മാറി നിൽക്കുമോ? ആഗസ്റ്റ് 20 മുമ്പ് നോമിനേഷൻ കൊടുക്കണം എന്തായാലും. അപ്പോൾ മനസ്സിലാവുമല്ലോ. എന്തായാലും ഇനി 3 മാസത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താങ്കൾക്കെതിരെ അടക്കം നടപടി വേണം, അല്ലെങ്കിൽ മാറ്റി നിർത്തണം എന്നൊക്കെ കേരളത്തിൽ എൻ്റെ സഹോദര, ഞാൻ 44 കൊല്ലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്. സാധാരണ KSU പ്രവർത്തനമായി തുടങ്ങിയതാണ്. മാതാമംഗലം ഹൈസ്കൂളിലെ 8ാം തരത്തിൽ പഠിക്കുന്ന ഒരു KSU വിദ്യാർത്ഥിയായിട്ട് എനിക്കറിയാമല്ലോ. SFIക്കാരുടെയും CPMകാരുടെയൊക്കെ അടികൊണ്ട് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം. സ്ഥാനമാനങ്ങൾ വരും പോകും. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പരമാവധി ഭംഗിയാക്കി നിർവഹിക്കാൻ പറ്റുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. 100% വിജയമാകുന്ന പ്രവർത്തനം നടത്തിയൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റും. പാർട്ടിയിലെ സ്ഥാനങ്ങളെക്കാൾ ഉപരിയായി പാർട്ടിയോടുള്ള സ്നേഹവും പാർട്ടിയോടുള്ള പ്രതിബദ്ധതയുമാണ് ഞങ്ങളെല്ലാം നയിക്കുന്നത്. അതുകൊണ്ട് ഞാനടക്കമുള്ള ആളുകളടക്കം തന്നെ എല്ലാവരും കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ ഈ നടപടി എടുക്കാനുള്ള നടപടിക്ക് വിധേയരാണ്. ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കൂടിയ വർക്കിംഗ് കമ്മിറ്റി മൊത്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒഴിവാക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ആർക്കായാലും പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് നടപടി സ്വീകരിക്കണോ നടപടി സ്വീകരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടാകില്ല. സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാവർക്കും അവകാശപ്പെട്ടതല്ല. ആദ്യം ഉൾക്കൊള്ളേണ്ടത് നമ്മളാണ്. അപ്പോൾ അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പാർട്ടിയിൽ മരണം വരെ ഈ പതാക പിടിച്ച് ഭരിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അല്ല, ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് അവിടെ എന്താ സംസാരിച്ചെന്നുള്ള കാര്യം ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് പ്രസിഡന്റ് അത് പലവട്ടം വ്യക്തമായി. കോൺഗ്രസ് പ്രസിഡന്റ് തയ്യാറായിട്ട് പ്രസിഡന്റ് ആയതല്ലല്ലോ. എല്ലാവരും കൂടെ നിർബന്ധിച്ച് അവർ പ്രസിഡന്റ് ആക്കിയതാണല്ലോ നമ്മൾ. എന്തായാലും കോൺഗ്രസ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി 3 മാസത്തെ അവധിയേ ഉള്ളൂ. 3 മാസം കൊണ്ട് പുതിയ പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ, ആഗസ്റ്റ് മാസം പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാൻ പോവാണ്. ആ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് പാർട്ടിയെ സജ്ജമാക്കാൻ അതുവരെ കാത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്തരം ചിന്തൻ ശിബിരങ്ങൾ നടത്തി എല്ലാ നേതാക്കന്മാരുടെയും, അതിലിപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റിലെ നേതാക്കന്മാരടക്കം വിളിക്കും.
അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം 100-200 പേരടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതൃനിര ഇരുന്ന് 3 ദിവസക്കാലം സജീവമായി ചർച്ച ചെയ്ത് എവിടെയാണ് പരാജയമുണ്ടായത്, എവിടെയാണ് പാകപ്പിഴയുണ്ടായത്, അതിൽ ആരെയും മാറ്റി നിർത്തില്ല. എല്ലാവരും വിളിച്ചുകൂട്ടി അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് പാർട്ടി മുന്നോട്ട് പോകും. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, അതിനൊക്കെയുള്ള സ്ട്രാറ്റജി ഇപ്പൊ തന്നെ മോദി ഗുജറാത്തിൽ അവരുടെ റോഡ് ഷോ തുടങ്ങി കഴിഞ്ഞു. എന്തെങ്കിലും പദ്ധതി നമ്മുടെ മുമ്പിലുണ്ടോ? അല്ല, അക്കാര്യത്തിൽ അടക്കം തന്നെ ഞങ്ങൾ പ്രമേയത്തിൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിലെയും ഹിമാചലിലെയും പ്രശ്നം അടിയന്തരമായ പ്രാധാന്യത്തോടെ കണക്കിലെടുത്തുകൊണ്ടാണ് അവസാനത്തൊരു വാചകം അതിനകത്ത് ചേർത്തിരിക്കുന്നത്. അടിയന്തരമായി ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ചെയ്യേണ്ടടുത്ത് ചെയ്യും, തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും അത് ചെയ്യും. അതിനുള്ള തീരുമാനമാണ് അത് എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ട് ഈ പാർട്ടി ശക്തിപ്പെടണമെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വേണമെങ്കിൽ സ്ഥാനം ഒഴിയാനും തയ്യാറാണെന്നുള്ളത് പറഞ്ഞതിൻ്റെ അർത്ഥം ആയതല്ല. എന്താ ഇതിനകത്ത് ചോദ്യത്തിൽ ഞാൻ പറഞ്ഞ സ്ഥാനമാനങ്ങൾ ഒന്നും ഒരു പ്രശ്നമേ അല്ല പാർട്ടിക്ക് മുമ്പിൽ. പാർട്ടിയാണ് ഇതുവരെ ആക്കിയിരിക്കുന്നതെല്ലാം. പാർട്ടി പ്രവർത്തകൻ മുദ്രാവാക്യം വിളിച്ചിട്ടും അവൻ സഹായിച്ചുമാണ് ഇതുവരെ ആയതെല്ലാം ആയത്. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിപരമായ ആഗ്രഹത്തിന് മുന്നിൽ കീഴടങ്ങുന്ന ആളല്ല ഞാൻ. എൻ്റെ പാർട്ടി നിർദ്ദേശിക്കുന്ന ഏത് കാര്യവും അവിടെ ഞാൻ പാർട്ടിയോടും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സ്ഥാനത്ത് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാലും പ്രവർത്തിക്കേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തന നേതാക്കന്മാർ പറയുന്നതനുസരിച്ച്, ലീഡർഷിപ്പ് പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ സംഘടനാപരമായിട്ടുള്ളാകുന്ന ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ലഭിച്ച അവസരങ്ങളിൽ എന്നാൽ കഴിയാവുന്ന രീതിയിൽ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, ലീഡർഷിപ്പിനും വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതവസരം ഏത് കാര്യം വേണമെങ്കിലും എടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഗാന്ധി കുടുംബവുമായി ഇത്രയും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ശത്രുത്വമുണ്ടോ പാർട്ടി? കേരളത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം താങ്കൾക്കെതിരെ പോസ്റ്ററുകൾ പതിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എനിക്കെതിരെ മാത്രമാണ് പോസ്റ്ററുകൾ വന്നിരിക്കുന്നത് കേരളത്തിൽ അങ്ങനെ വിമർശിക്കപ്പെടുന്ന ആളുകൾ എടുത്തു നോക്കിയാൽ, നമ്മൾ ചരിത്രം എടുത്തു നോക്കിയാൽ അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളെല്ലാം പൂമാലകൾ വിരിച്ചിട്ടുള്ള പാതയാണെന്നൊന്നും വിചാരിക്കാൻ പറ്റുമോ? എല്ലാവരും ഉണ്ടാവും. ഞാൻ പറഞ്ഞ വിമർശനത്തെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്. പിന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർക്ക് വളരെ വേദനയുണ്ടായിട്ടുണ്ട്, മനോവേദന ഉണ്ടായിട്ട് ഈ പരാജയത്തിൽ. പിന്നെ അവരുടെ വേദന പല രീതിയിലും പല രൂപത്തിലും വരും. അത് പലർക്കും പല ഭാഷയും പല ശൈലിയൊക്കെ ആയിരിക്കും. അതവർ ചെയ്യട്ടെ. അതല്ല, പരിഹാര മാർഗം ഉണ്ടാവേണ്ടത് പാർട്ടിയുടെ വേദികളിലാണ്. ആ വേദികളിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് പാർട്ടി നടത്തുന്നത്. പ്രവർത്തക സമിതിയിൽ വിശദമായ ചർച്ച നടന്നു. ഇപ്പോൾ സ്ഥാനമാനങ്ങൾ തനിക്കൊരു പ്രശ്നമേ അല്ല, പാർട്ടിക്ക് ഗുണകരമെങ്കിൽ ഏത് സ്ഥാനം ഒഴിയാനും താൻ തയ്യാറാണ്. പക്ഷേ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചു എന്ന ആത്മവിശ്വാസം തനിക്കുണ്ട് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. ഓഗസ്റ്റ് 20-ന് അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അതുവരെ മാത്രമാണ് താത്കാലിക അധ്യക്ഷ പദവിയിൽ സോണിയാഗാന്ധി തുടരുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിന് ഒരു പുതിയ അധ്യക്ഷൻ ഉണ്ടാവാൻ പോവുകയാണ്. ഒപ്പം തന്നെ ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം കോൺഗ്രസിന് കൃത്യമായ അജണ്ട ഉണ്ടാവുകയും അത് തീരുമാനിക്കാനായി തുടർ യോഗങ്ങൾ ചേരുകയും ചെയ്യും എന്നാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ പറഞ്ഞത്. അധിനിവേശത്തിന്റെ 18ാം ദിനവും യുക്രൈനിൽ റഷ്യയുടെ കനത്ത ആക്രമണം. പടിഞ്ഞാറൻ യുക്രൈനിലെ യാവോറിവിലുള്ള സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു. ഇതാദ്യമായാണ് പടിഞ്ഞാറൻ യുക്രൈനുമേൽ റഷ്യ ആക്രമണം കടുപ്പിക്കുന്നത്. പോളണ്ട് അതിർത്തിക്കടുത്ത് നിരവധി അഭയാർത്ഥികൾ തമ്പടിച്ച ലിവിവ് പട്ടണത്തിലും ആക്രമണമുണ്ടായി. അതേസമയം യുക്രൈനിൽ തുടരുന്ന മനുഷ്യക്കുരുതി റഷ്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ലിവിവ് നഗരത്തിന് 50 കിലോമീറ്റർ അകലെയുള്ള യാവോറിവ് സൈനിക കേന്ദ്രത്തിന് നേരെ പ്രാദേശിക സമയം പുലർച്ചെ 5:45-നാണ് റോക്കറ്റ് ആക്രമണമുണ്ടായത്. 2 സ്ഫോടനങ്ങളിലായി 35 പേർ കൊല്ലപ്പെടുകയും 134 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പടിഞ്ഞാറൻ മേഖലയിലെ മറ്റൊരു നഗരമായ ഇവാനോ ഫ്രാങ്കിവിസ്കിലും സ്ഫോടനങ്ങളുണ്ടായി. പടിഞ്ഞാറൻ യുക്രൈനിൽ ഇത്ര ശക്തമായ ആക്രമണം റഷ്യ അഴിച്ചുവിടുന്നത് ഇതാദ്യമായാണ്. പോളണ്ടിലേക്ക് പലായനം തുടരുന്ന അഭയാർത്ഥികൾ പ്രധാനമായും തമ്പടിച്ചിരിക്കുന്നത് ഈ മേഖലയിലാണ്. തലസ്ഥാനമായ കീവിലും ആക്രമണം ശക്തമാണ്. വടക്ക്, പടിഞ്ഞാറ്, വടക്കുകിഴക്കൻ മേഖലകളിൽ നിന്നായി റഷ്യൻ സൈന്യം കീവിലേക്ക് കൂടുതൽ അടുത്തതായാണ് റിപ്പോർട്ടുകൾ. സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ ശ്രമിച്ച ഒരു സംഘം വനിതകളെയും കുട്ടികളെയും റഷ്യൻ സേന വെടിവെച്ച് വീഴ്ത്തിയെന്നും ഒരു കുട്ടിയടക്കം 7 പേർ മരിച്ചെന്നും യുക്രൈൻ ആരോപിച്ചു. തുറമുഖ നഗരമായ മരിയുപോളിലും രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കിവിലും കനത്ത പോരാട്ടം തുടരുകയാണ്. മരിയുപോളിൽ 1500-ലധികം പൗരന്മാർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. 4 ലക്ഷത്തോളം പേർ കുടുങ്ങിക്കിടക്കുന്ന നഗരത്തിന്റെ കിഴക്കൻ മേഖല റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. ഇവിടെ നിന്ന് ആയിരക്കണക്കിന് പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതായും
റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ ബോംബുകൾ പതിച്ച് ഖാർക്കീവിലെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. ജെറുസലേമിൽ വെച്ച് ചർച്ചയാകാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെഫ്താലി ബെനറ്റ് മധ്യസ്ഥത വഹിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈനിൽ തുടരുന്ന മനുഷ്യക്കുരുതി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. സാധാരണ മനുഷ്യർക്കെതിരെയും കുട്ടികളുടെ ആശുപത്രികൾക്ക് നേരെയും ബോംബിടുന്നത് ഏറ്റവും ക്രൂരമായ നടപടിയാണെന്നും മാർപ്പാപ്പ കുറ്റപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇന്നത്തെ വാർത്താമഴ അവസാനിപ്പിക്കുന്നതിന് മുൻപായി നമ്മൾ പോകുന്നത് അമേരിക്കൻ ടൈംസിലേക്കാണ്. അതീവ രഹസ്യങ്ങളുടെ താക്കോൽ മുറുകെ പിടിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാൽ 1 ദശാബ്ദക്കാലമായി രാജ്യം ഹൃദയമിടിപ്പോടെ കാത്തിരുന്ന ഒരു വാർത്തയ്ക്ക് 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷം പൂർത്തീകരണമാകുന്നു. അത്തരമൊരു രഹസ്യത്തിന്റെ അണിയറ കഥകളുമായി എത്തുന്നു അമേരിക്കൻ ടൈംസ്. ഇന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ അമേരിക്കൻ ആഴ്ചക്കുറിപ്പുകൾ. The United States has conducted an operation that killed Osama bin Laden, the leader of Al-Qaeda. 2011 മെയ് മാസം 1-ാം തീയതി നേരം പുലരും വരെ അമേരിക്കക്കാർ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരു പേരായിരുന്നു അബോട്ടബാദ്. അന്ന് രാത്രിയോടെ പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ മലനിരകൾക്കുള്ളിൽ പുകപ്പടലം കൊണ്ട് മൂടിയ ഈ ചെറുപട്ടണത്തിലേക്ക് വാർത്താ ലോകം വളരെ പെട്ടെന്ന് ചുരുങ്ങി. ലോക പോലീസായി നാളിതുവരെ വാണരുളിയ അമേരിക്കയെ നാണക്കേടിന്റെ കൊടുമുടി കയറ്റിയ ഒസാമ ബിൻ ലാദൻ ഒടുവിൽ ഇരുട്ടിന്റെ മറവിൽ അമേരിക്കൻ പട്ടാളത്തിന്റെ തോക്കിൻ മുമ്പിൽ പിടഞ്ഞു വീണു. ബിൻ ലാദനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുവാനുള്ള മിലിറ്ററി മിഷൻ ഓർഡറിൽ ഒപ്പുവെച്ചതിന് ശേഷം ഒബാമ നേരെ പോയത് കറസ്പോണ്ടൻസ് അസോസിയേഷൻ വാർഷിക ഡിന്നറിൽ പങ്കെടുക്കുവാനായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഈ സുപ്രധാന അത്താഴ വിരുന്നിൽ മനസ്സില്ലാ മനസ്സോടെ ഒബാമ പോയത് ആർക്കും സംശയത്തിന് ഇട നൽകാതിരിക്കാനായിരുന്നു. അബോട്ടബാദിൽ ഒസാമയുടെ അവസാന നിമിഷങ്ങൾ എണ്ണിത്തുടങ്ങിയപ്പോൾ വൈറ്റ് ഹൗസിനുള്ളിൽ ട്രംപിനെ ഒബാമ നിർത്തിപ്പൊരിച്ചു. You, Mr. Trump, recognize that the real problem was a lack of leadership, and these are the kind of decisions that would keep me up at night. ബിൻ ലാദനെ പിടികൂടാനുള്ള പ്രസിഡൻഷ്യൽ ഓർഡർ തയ്യാറാക്കുന്നതും ഏറെ നിയമസംവാദങ്ങൾക്ക് വഴിതെളിച്ചു. കിൽ ഓർ ക്യാപ്ചർ എന്ന പ്രയോഗത്തിലായിരുന്നു നീണ്ട ചർച്ചകൾ നടന്നത്. വൈറ്റ് ഹൗസ് ഫോട്ടോഗ്രാഫറായിരുന്ന പീറ്റർ സൗസ പകർത്തിയ പ്രശസ്തമായ വൈറ്റ് ഹൗസ് സിറ്റുവേഷൻ റൂമിലെ ആ ചിത്രം ആർക്കും അത്ര പെട്ടെന്ന് മറക്കുവാൻ സാധിക്കില്ല. 14 പേരോളം ഉണ്ടായിരുന്ന ആ സിറ്റുവേഷൻ റൂമിലെ പകുതിയോളം പേർക്കും ഈ ഓപ്പറേഷനെ പറ്റി യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ചകളിൽ സാധാരണഗതിയിൽ ഗോൾഫ് കളിക്കാറുള്ള ഒബാമ അന്ന് കളി ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി ഉപദേശകൻ ബെൻ റോഡ്സ് ഒബാമയോട് പതിവ് പോലെ ഗോൾഫ് കളിയിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ആളുകൾ സംശയിക്കുമെന്നതിനാലായിരുന്നു അത്. ഉച്ചയ്ക്ക് 3:30 പിരിമുറുക്കം നിറഞ്ഞ സിറ്റുവേഷൻ റൂമിൽ എത്തുമ്പോൾ ഗോൾഫ് കളിക്കുവാൻ പോയ അതേ വേഷത്തിലായിരുന്നു ഒബാമ. വെടിയൊച്ചകൾക്കും സ്ഫോടന ശബ്ദങ്ങൾക്കും ഒടുവിൽ അവർ കാത്തിരുന്ന ആ റേഡിയോ സന്ദേശമെത്തി. ജെറനോമോ എക്കിയ അഥവാ ബിൻ ലാദൻ ദ എനിമി കിൽഡ് ഇൻ ആക്ഷൻ. ജെറനോമോ എക്കിയ എന്നത് മിലിറ്ററി കോഡായിരുന്നു. ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രത്തിന്റെ തലവൻ കരുതലോടെ കാത്തു സൂക്ഷിച്ച ഒരു രഹസ്യത്തിന്റെ വിജയം കൂടിയായിരുന്നു ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം ഇത്തരത്തിൽ ഒരു രഹസ്യമെങ്കിലും സൂക്ഷിച്ചവരായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര 24. ഇതോടെ ഇന്നത്തെ വാർത്താമഴ പൂർത്തിയാകുന്നു.